സിനിമ എന്ന വിനോദം ഇന്ന് ഭൂമിയിൽ വളരെ വലുതായി ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ്. സിനിമയുടെ തുടക്കം എവിടെ നിന്നാണെന്നും ആരൊക്കെയാണ് അതിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കിയതെന്നുമെല്ലാം ഇന്ന് നമുക്ക് പരിചയപ്പെടാം. തോമസ് ആൽവ എഡിസനാണ് ചലച്ചിത്രത്തിന്റെ ഉപജ്ഞാതാവ്. എന്നാൽ സെല്ലുലോയിഡിന്റെ കണ്ടുപിടുത്തമാണ് ചലിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിക്കുവാൻ പ്രേരകമായത്. ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള മാർഗങ്ങൾ തേടി പലരും ഗവേഷണ രംഗത്ത് എത്തിയതും ഇതോടെയാണ്. ഇംഗ്ലണ്ടുകാരനായ വില്യം ഫ്രീസ്ക്രീൻ 1855 സെല്ലുലോയിഡ് കണ്ടുപിടിച്ചത്. ഈ സെല്ലുലോയിഡ് ഫിലിമിൽ പോസിറ്റീവ് ചിത്രങ്ങൾ പതിപ്പിക്കാൻ കഴിയുമെന്ന് ഫ്രീസ്ക്രീൻ കണ്ടുപിടിച്ചു. ലോകത്തെ തന്നെ മാറ്റിമറിച്ച അത്ഭുതകരമായ ദൃശ്യവിസ്മയത്തിന് തറക്കല്ലിടുകയാണ് താൻ ചെയ്യുന്ന സത്യം അറിയുന്നതിന് മുമ്പേ തന്നെ വില്യം ഫ്രീസ്ക്രീൻ ലോകത്തോട് യാത്ര പറഞ്ഞു. പിന്നെ നമ്മുടെ അമേരിക്കക്കാരനായ എഡിസൺ 1889 ചലച്ചിത്ര നിർമ്മാണത്തിന് ഉപകരിക്കുന്ന ക്യാമറ നിർമ്മിച്ചു. ഒരു സെക്കൻഡിൽ 24 ചിത്രങ്ങൾ തുല്യ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ സമ്പൂർണ്ണ ചലന ദൃശ്യം കാണുവാൻ കഴിയുന്നു എന്ന് എഡിസൺ കണ്ടെത്തി. ഒരു പെട്ടിക്കുള്ളിൽ തയ്യാറാക്കിയ യന്ത്രത്തിന്റെ സഹായത്തോടെ സിനിമ കാണിച്ചു കൊടുക്കുന്ന രീതിയും എഡിസൺ ഉണ്ടാക്കിയെടുത്തു. അതൊരു പക്ഷേ ഒരാൾക്ക് മാത്രം നോക്കിക്കാണാവുന്ന ഒന്നായിരുന്നു. അധികം താമസിയാതെ തന്നെ എഡിസൺ ശബ്ദലേഖന യന്ത്രവും കണ്ടുപിടിച്ചു. എഡിസന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് സാങ്കേതികമായി പുരോഗതി വരുത്തുകയാണ് പിന്നീട് വന്ന ഗവേഷകർ ചെയ്തത്.